ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകുന്നത്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ പോകുമ്പോൾ വീണ ബോഡി നിങ്ങൾ അറിയുന്നില്ല. നമ്മളവിടെ അവിടെ ചെല്ലുമ്പോഴേക്ക് തൊട്ടടുത്ത ട്രാക്കിൽ വണ്ടി വരും, നാശകോശമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും. ഒരു മാസം മുന്നേ ഉന്നോലി കേട്ട് മരിച്ച് ബോഡി സ്വന്തം ഭാര്യ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അണ്ടർവിയറിന്റെ പേര് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഡോർ വൈസിൽ നിൽക്കാൻ പാടില്ല. കാര്യം കുട്ടികൾ മരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയോടും പറയും നെറ്റില്ല, ബോയ് ഫ്രണ്ടോടും ഗേൾ ഫ്രണ്ടോടും സംസാരിക്കട്ടില്ല. അവർ പോയിട്ട് നെറ്റില്ല എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് രക്ഷപ്പെട്ട് ഡോർ വൈസിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഷൊർണൂരിനും കുറ്റിപ്പുറത്തിനും ഇടയിൽ മരണം. ഞാൻ കാസർഗോഡ് മരിച്ചത് 2 പേര് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ത്യൻ റെയിൽവേ ആക്ട് 156 പ്രകാരം അത് കുറ്റമാണ്. അത് രണ്ടാമത്തെ കാര്യം. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഡോർ വൈസിൽ നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ വണ്ടി ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ ഇപ്പോൾ 120-130 പോകുന്നത്. അതുപോലത്തെ വണ്ടി പണ്ടൊക്കെ നമ്മളൊരു വണ്ടി പോയാൽ പിന്നെ ട്രാക്കിൽ പെട്ടെന്നൊന്നും വണ്ടി വരില്ല. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ട്രാക്ക് വരികയാണ്. പഴയങ്ങാടി മരിച്ചയാളെ തല ഡൽഹിയിലെത്തിപ്പോൾ എന്താ മംഗള എക്സ്പ്രസ്സിലാണ് കുടുങ്ങിയത്. തല കണ്ടിട്ടില്ലായിരുന്നു. അവസാനം തല വണ്ടിയിലേക്ക് ബോഡി വേണ്ടെന്ന് പറയുന്നവർ എന്ത് ചെയ്യാനാ, തലയങ്ങ് ഡൽഹിയിലെത്തിപ്പോയി. ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാൻ കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏത് ട്രെയിൻ യാത്ര എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെ ഓരോ അക്രമാസക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെള്ളടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഫോട്ടോ എടുക്കുന്ന ലേഡീസിൻ്റെ. അപ്പം നമ്മൾ ടോൾ ഫ്രീ നമ്പറുണ്ട്. ഇന്ത്യൻ റെയിൽവേ RPF ഒരു ടോൾ ഫ്രീ നമ്പർ ആക്കിയിട്ടുണ്ട്. ആർക്കും അറിയോ? ആർക്കും അറിയോ? ഈ കൂട്ടത്തിൽ ആർക്കും അറിയോ? പറഞ്ഞോ? 139 ടോൾ ഫ്രീ നമ്പറുണ്ട്. ഇന്ത്യയിൽ ഏത് സമയത്തും അനാവശ്യമായിട്ട് വിളിക്കാൻ പാടില്ല. ഓൻ്റെ സുരക്ഷാപരമായ കാര്യത്തിൽ മാത്രം. ഇപ്പോൾ അതിനെപ്പറ്റി അതിപ്പോൾ വളരെ പ്രചാരത്തിലായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല പറയുമ്പോൾ എനിക്കൊരു വിശ്വാസം വരുന്നില്ല. അത്ര പ്രചാരമായിരിക്കുകയാണ്. ഒരു കാരണവശാൽ അതിന് ഈ പഴയ ഡ്രസ്സ്, പഴയ ഷൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നു. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല കാര്യമായി. ഇപ്പോൾ നിങ്ങൾ പെങ്ങളോ ഇപ്പോൾ ഉദാഹരണത്തിൽ വേറൊരു കാര്യം പറയുക, ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ലേഡീസിന് RPF കയറുന്ന സ്റ്റേഷൻ, എക്സാമ്പിൾ ഇപ്പോൾ കണ്ണൂർ തുടങ്ങി തിരുവനന്തപുരം വരെ പോവുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്ന് അവർ ഉറങ്ങുന്ന സമയവും ഇറങ്ങുന്ന സമയം നമ്മുടെ RPF പോയിട്ട് അവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് ആർക്കും അറിയുക. ഒറ്റയ്ക്ക് പോയിട്ടില്ലേ ലേഡീസിൻ്റെ ഒരു ഒറ്റയ്ക്ക് പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ലേ? കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ ഭാവി, നിങ്ങളെ ആരോഗ്യം നിങ്ങളത് സംരക്ഷിക്കുക. ഇപ്പോൾ റെയിൽവേയോട് സഹകരിക്കുക. ഏതാ നമ്പർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ 139. അത് നിങ്ങളെ ഫാമിലിയോടൊക്കെ പറയണം. അത് മാത്രം കാര്യം. ഇപ്പോൾ നഗ്നത കാണിക്കുന്ന ഫോട്ടോ, നഗ്നത കാണിക്കുന്ന സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വലിയ ഭേദപ്പെട്ട കൂട്ടർ. ഇപ്പോൾ കോഴിക്കോട് നടന്നാണ് ഡോക്ടർ കണ്ണൂരിൽ വരുമ്പോൾ മാഹിയിലെത്തുമ്പോഴേക്ക് അവൻ നഗ്നത വെച്ചിട്ട് പോയി. പക്ഷേ ഡോക്ടർ എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് ആളെ പിടിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ആ 139 പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ ആളെ പിടിക്കായിരുന്നു. അങ്ങനെ കുറേ കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട്, ഒരു തരത്തിൽ ആളെ പിടിക്കാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫുട്ബോൾ യാത്ര 139, പിന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് വിളിക്കുക. ഓക്കെ. അതുപോലെ കല്ലെറിയുന്ന സ്റ്റോൺ ബെൽറ്റിങ് ഇപ്പോൾ കൂടിക്കൂടി വരുന്നത് ഇന്നുണ്ട് ഇവിടെ കാസർഗോഡായിട്ട്. നിങ്ങൾ അത് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ചെറുങ്ങനെ പോകുകയാണെങ്കിൽ കൂടി കണ്ണ് തട്ടിക്കേണ്ട കാഴ്ച പോകും. അഹന എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ കാഴ്ച പഴയങ്ങാടി 3 മാസം മുന്നേ പോയതാണ്. അപ്പോൾ എറിയുന്ന പ്രവണത കുറേ കൂടി വരുന്നത്. മെഞ്ഞാൽ രാവിലെ മാഹിയിലില്ല, വണ്ടി വരുന്നില്ല. മെഞ്ഞാൽ രാവിലെ മാഹിയിൽ പൊളിച്ചക്ക്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടീമുകളുണ്ട്. അപ്പോൾ അതും നിങ്ങളിങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ 139 വിളിച്ച് അറിയിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിക്കാം. ഓക്കെ.